ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്ററിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 1 ഇട്ടപ്പോൾ വല്ല കാര്യത്തിൽ സപ്പോർട്ടൊന്നും കിട്ടിയില്ല. എന്നാലും ഞാൻ പാർട്ട് 2 ഇടാമെന്നാണ് വിചാരിച്ച്. അപ്പോൾ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് $140. അപ്പോൾ നമ്മൾക്ക് ഇന്നലെ നമ്മൾ എൻഡാക്കാൻ നേരത്തെ നമ്മളെ ഷെൽഫിലുള്ള പ്രൊഡക്ട്സ് ഒന്നും വിറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് കട ഓപ്പൺ ആക്കാം. ഇന്ന് നമുക്കൊരു ഷെൽഫ് വാങ്ങിക്കണം ഗൈസ്. നമുക്ക് ഫർണിച്ചറിൽ പോയിട്ട് ഷെൽഫിന് എത്ര ഡോളർ വരുന്നുണ്ട് നോക്കാതെ എന്താ ഞാൻ ഗ്രൗത്തിൻ്റെ അവിടെ വരുന്നത്. ഫർണിച്ചേഴ്സ് അവിടെ അതാ ഷെൽഫിന് $200 ഉണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും $200 ആക്കാൻ നമുക്ക് ഇപ്പോൾ ഉള്ള പ്രൊഡക്ട്സൊക്കെ വിറ്റ് ഏകദേശം $200 ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് കസ്റ്റമർ വന്നിട്ടുണ്ട്. ആൾക്ക് ഒരു പ്രൊഡക്റ്റ് മതി എന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും കൗണ്ടറിൽ ഇരിക്കുക. ഒരു ബില്ലടിച്ച് കൊടുത്തിട്ടുണ്ട്. കാർഡ് പേയ്മെൻ്റ് ആണ്. $6.26 നമുക്ക് $6.26 ഉണ്ട് പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ചേച്ചി വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പീനട്ട് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. $4.94. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചേട്ടൻ മൈദയാണ് എടുത്തിട്ടുള്ളത്. $4.13 മൈദക്ക്. അപ്പോൾ ഇതെന്ത് ചങ്ങായി ഫ്രീസ് ആയിക്കണം അവിടെ ഇങ്ങനെ കൈ തന്ന മാതിരി അവിടെ തന്നെ നിൽക്കണേ. അപ്പോൾ നെക്സ്റ്റ് ചേച്ചി വന്നിട്ടുണ്ട്. ചേച്ചി എന്തൊക്കെയാണ് എന്തോ സീരിയലും പീനട്ട് ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ $18.14 ആയിട്ടുണ്ട്. എന്തായാലും ഞാനൊന്ന് $200 ആക്കിയിട്ട് കാണാം ഗൈസ്. ഫൈനലി ഗൈസ് നമ്മളെ കയ്യിൽ $245 ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഷെൽഫ് കൊണ്ട് ഓർഡർ ചെയ്യുക. എന്തായാലും പ്രൊഡക്ട്സൊക്കെ ഇനി വാരിക്കോരി അവിടെ നിറച്ച് വെക്കാം. അപ്പം നമുക്ക് എന്തായാലും ഫർണിച്ചേഴ്സിൽ പോയിട്ട് ആ ഷെൽഫ് കൊണ്ട് ഓർഡർ ചെയ്യാം. ഷെൽഫ് വന്നിട്ടുണ്ട് തോന്നുന്നു. ഒരു 5 സെക്കൻഡ് എടുക്കും വരാൻ. എന്തായാലും വരട്ടെ. ഇത് ഇപ്പോൾ വരും തോന്നുന്നു. ആകാശത്തു നിന്ന് ഇപ്പോൾ ഡെലിവറി ബോയ് ഡെലിവറി ചെയ്യും. അതാ വന്നിട്ടുണ്ട്. നമ്മളെ ഷെൽഫ് വന്നിട്ടുണ്ട്. നമുക്കിത് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. അത് അവിടെ വെക്കേണ്ടതെന്നൊക്കെ ഞാൻ വെച്ചിട്ട് എന്തായാലും കാണാൻ കഴിയും. നമ്മളെ ഷെൽഫ് നമുക്ക് ഇവിടെ പ്ലേസ് ആക്കാം. സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇവിടെ വെക്കാം. നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കാം. നമ്മളെ കയ്യിലൊക്കെ വെച്ചാൽ $45 ഉള്ളൂ. ഇതുകൊണ്ട് എന്ത് പ്രൊഡക്ട്സ് കിട്ടാനാണാവോ. എല്ലാ സെറ്റാണ്. ഷെൽഫ് ഏകദേശം നല്ല രീതിക്കൊക്കെ തന്നെ ഇരിക്കണത്. കട ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. കടയിൽ കാര്യമായിട്ടൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് ഓർഡർ ചെയ്യാം. പ്രൊഡക്ട്സ് ഇവിടെ ഫർണിച്ചറിൻ്റെ ഇപ്പോഴത്തെ പ്രൊഡക്ട്സ് വന്നിട്ടുണ്ട്. എന്താ വില കുറവിൻ്റെ ഓർഡർ ചെയ്യാം. നമുക്കൊരു പീനട്ട് ബട്ടർ ഇരിക്കട്ടെ. പിന്നെ ഏതാ നമുക്ക് $45 മേടിക്കണം ഗൈസ്. മാക്സിമം $45 അത്ര വാങ്ങിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും വാങ്ങിച്ചിട്ട് ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. വലിയ ഷെൽഫിൻ്റെ ആവശ്യം വന്നില്ല ഗൈസ്. ചെറിയ ഷെൽഫിൽ തന്നെ എല്ലാം വെച്ച് വെറുതെ അല്ല ഒരു ചെറിയ ഷെൽഫ് കൊടുക്കാൻ കാരണം. ഇതിൽ പ്രൊഡക്ട്സൊക്കെ ചെറിയ ഷെൽഫിലുള്ള അത്ര ഉള്ളൂ കേട്ടോ. നമ്മളെ ഫസ്റ്റത്തെ ചേച്ചി വന്നിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റത്തെ കസ്റ്റമർ വന്നിട്ടുണ്ട്. ചേച്ചി എന്തോ കുറേ ഐറ്റംസ് ഉണ്ട് വാരിക്കോരി എടുത്തുവിട്ടെ. എന്തൊക്കെ എടുക്കുന്നുണ്ട്. കുറേ നേരമായി തല ഇങ്ങനെ ആട്ടുണ്ട്. അത് മാത്രം കാണുന്നുള്ളൂ. ഇത്ര നേരം എടുത്തിട്ട് ഇത്ര സംഭവങ്ങൾ ഞാൻ ചേച്ചി ആ കട നിറച്ച് ആ ഷെൽഫ് മൊത്തം എടുത്തു കൊണ്ടുപോകുന്നത്. $18.14 ആയിട്ടുള്ളൂ. പക്ഷെ എന്ത് കഷ്ടമാണ്. നമ്മളെ നാട്ടിലൊക്കെ ചിലപ്പോൾ ഇത് എടുത്ത് കഴിഞ്ഞാൽ $500 ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എന്താണാവോ കുറേ ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചേട്ടനും അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി പൈസ തന്നത് അപ്പോൾ ചേഞ്ച് കൊടുക്കണം. $14.53 നമുക്ക് അങ്ങോട്ട് തിരിച്ച് കൊടുക്കണം. നമുക്ക് എന്തായാലും തിരിച്ച് കൊടുക്കാം. എന്താ 14 ആയില്ലേ. അതിനൊരു $1 സെൻറ്റും കൂടി കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ നെക്സ്റ്റ് ചേട്ടൻ വന്നിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റൊക്കെ എടുത്തിട്ട് 5 വേണമൊക്കെ ചേഞ്ച് ആക്കാൻ വന്നെ $1 $5.6 അങ്ങോട്ട് തിരിച്ചു കൊടുക്കണം. ആ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ചേച്ചി വന്നിട്ടുണ്ട്. അതും 10 കാർഡ് പേയ്മെൻറ്റ് ആട്ടോ എളുപ്പം. കാർഡ് പേയ്മെൻറ്റ് വെച്ചാൽ വേഗം നമുക്ക് പേയ്മെൻറ്റ് നമ്പറായിട്ട് അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് കാശ് കിട്ടും ഗൈസ്. അങ്ങനെ നമ്മളെ കടയത്തെ എല്ലാ സാധനങ്ങളും ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ കയ്യിൽ നോക്കി വെച്ചാൽ $195 ഉണ്ട്. അപ്പോൾ വീണ്ടും നമുക്ക് പ്രൊഡക്ട്സൊക്കെ ഓർഡർ ചെയ്യാനുണ്ട്. നമുക്ക് ഇപ്രാവശ്യം റെഡ് ആപ്പിൾ ഇരിക്കട്ടെ, അവക്കാഡോ ഇരിക്കട്ടെ, എല്ലാ സംഭവങ്ങളും നമുക്ക് ഓർഡർ ചെയ്യുക ഗൈസ്. ഇനി ഒന്നും ബാക്കിയാക്കണ്ട. $195 ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും നമുക്ക് ഓർഡർ ചെയ്ത് സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഓർഡർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കട ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക വെച്ചാൽ ഇത് ഫ്രൂട്ട്സിൻ്റെ ഷെൽഫാണ്. പിന്നെ ഇവിടെ നോക്കുക വെച്ചാൽ നമ്മൾ ചെറിയ ഷെൽഫിലൊന്നും വെച്ചില്ല. പ്രാവശ്യം ഫുള്ളും വലിയ ഷെൽഫിലുണ്ട് വെച്ച് വെറുതെ വാങ്ങിച്ചിട്ടിട്ട് അവിടെ വെക്കണ്ടല്ലോ. അപ്പോൾ ഈ ഫസ്റ്റത്തെ കസ്റ്റമർ തന്നെ വന്നിട്ട് കാർഡ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. $6.60 ഇപ്പോൾ ഗൈസ് നമ്മളെ കയ്യിൽ $54.11 ഉള്ളൂ. ഇന്ന് നമുക്ക് എൻ്റെ ആകുമ്പോഴത്തേന് എത്ര ഡോളർ ഉണ്ടാവും നമുക്ക് നോക്കാം ഗൈസ്. അങ്ങനെ ഏകദേശം പ്രൊഡക്ട്സൊക്കെ നമ്മളെ ഏകദേശം അല്ല മൊത്തം പ്രൊഡക്ട്സ് കഴിഞ്ഞിട്ടുണ്ട്. $287.57 നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ക്ലോസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ എപ്പിസോഡ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 വരുന്നവരേക്കും. അപ്പോൾ ബൈ ബൈ ഗൈസ്.